സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നമുക്ക് പകരാനും പകർത്താനുമായി നിരവധി ചിത്രങ്ങളുണ്ട്. സമൂഹത്തിന് സ്വയം മാതൃകയാകുന്ന അനേകം ജീവിതങ്ങളുണ്ട്. നന്മയുടെയും സേവനത്തിൻ്റെയും ജീവിത വിജയത്തിൻ്റെയും വേറിട്ട വഴികൾ കാട്ടിത്തരുന്ന അനേകം പാഠപുസ്തകങ്ങളുണ്ട്. ഇത്തരം ജീവിത പാഠങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് സാമൂഹ്യ പാഠം. ഇത് സിസിലി. കൊച്ചിയിൽ നേവൽ ബേസിൽ ഓഫീസ് സൂപ്രണ്ട് ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച് എറണാകുളം കൂനംതൈ പത്തടിപ്പാലത്ത് താമസിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മ. എന്നാൽ ഇവർ പകർന്നു തരുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. പട്ടണത്തിൻ്റെ ഇട്ടാവട്ടത്തിൽ പോലും ആരോഗ്യകരമായ ഒരു ജീവിതശൈലി കെട്ടിപ്പടുക്കാമെന്ന സന്ദേശം. അത് വീടിന് ചുറ്റുമുള്ള 10 സെന്റ് സ്ഥലത്ത് പച്ചക്കറി കൃഷിയും ഒരു ഹരിതാന്തരീക്ഷവും മെനഞ്ഞെടുത്തുകൊണ്ടുള്ളതാണ്. ഞാൻ KM സിസിലി നേവൽ ബേസിൽ നിന്ന് ഓഫീസ് സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്ത് 6 മാസമായി. ജോലിക്ക് പോയിരുന്നപ്പോഴും കൃഷികളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, ചെയ്തു. അതിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒത്തിരി നമ്മുടെ സമയം വേസ്റ്റ് ആവുന്ന സമയത്ത് തന്നെ ചെയ്ത് ഒത്തിരി ഫലം കിട്ടി. മാനസികമായ സന്തോഷം അതായിരുന്നു ഏറ്റവും. ബോറടിക്കാതെ അതുകൊണ്ട് കൂടുതൽ കുറച്ച് സ്ഥലത്ത്, ആകെ 10 സെന്റ് സ്ഥലമുള്ളൂ. ടെറസിൽ സമൃദ്ധമായി വിളഞ്ഞു നിന്നിരുന്ന പച്ചക്കറികൾ വിളവെടുപ്പ് കഴിഞ്ഞതേയുള്ളൂ. അടുത്ത ഊഴത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പച്ചക്കറി കുഞ്ഞുങ്ങൾ മുള പൊട്ടി വരുന്നു. എങ്കിലും ടെറസ് ശൂന്യമല്ല. കാബേജും കോളിഫ്ലവറും വഴുതനയും കുമ്പളവും ക്യാപ്സിക്കവുമെല്ലാം പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്നുണ്ട്. VFPCയിൽ നിന്ന്, വെജിറ്റബിൾ ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിലിൽ നിന്ന് 1 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു തൈ കൊണ്ടുവന്ന് പരീക്ഷിച്ചതാണ് ഞാൻ. പക്ഷേ ആദ്യത്തെ തന്നെ നല്ലൊരു അനുഭവം ഉണ്ടായിരുന്നു. ഒത്തിരി ക്യാപ്സിക്കം വലിയ സൈസ് നിറച്ച് കിട്ടി. പിന്നെ അതിൽ നിന്ന് തന്നെ വിത്തെടുത്ത് മുളപ്പിച്ചിട്ട് രണ്ടാമത്തെ തൈയാണിത്. ഇപ്പോൾ വിഭവമൊക്കെ ഒരുവിധമൊക്കെ എടുത്ത് കഴിഞ്ഞാലും കൂമ്പിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഒത്തിരി ഇതിൻ്റെ സീസൺ വരുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ കഴിഞ്ഞ് ഇതിപ്പോൾ മാർച്ച് എത്തിയെങ്കിലും ഇതിൽ എൻ്റെ ആവശ്യത്തിനുള്ള ക്യാപ്സിക്കം പോയിസൺ ഒന്നും ഇല്ലാത്തത് വലിയ മുതൽ മുടക്കും വലിയ ബുദ്ധിമുട്ടും ഇല്ലാണ്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ വളമെന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ വീട്ടിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന വേസ്റ്റ്, പച്ചക്കറിയുടെ, മീനിൻ്റെ, എന്തിൻ്റെ ആണെങ്കിലും കുറച്ച് ചവറും ഇടുക, കുറച്ച് മണ്ണും ഇടുക. വീണ്ടും പച്ചക്കറിയുടെ ഒരു വേസ്റ്റ് ഇടുന്നതിന് ഒരു ബാസ്ക്കറ്റ് വയ്ക്കുക, അതിന് വരും ചാക്ക് വയ്ക്കും ഞാൻ. അതിൽ പച്ചക്കറി ഇടും. അത് കഴിഞ്ഞിട്ട് വേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇടും. കുറച്ച് ചവറ് പറമ്പടിക്കുന്നതോ നമ്മുടെ മുറ്റത്ത് വീണ് ചവറ് അടിച്ചു കൂട്ടിയിടും. കുറച്ച് ചാണാപ്പൊടി ഇടും. ചാരം ഉണ്ടെങ്കിൽ കുറച്ച് ചാരം ഇടും. പിന്നെയും വേസ്റ്റ് ഇടും. കിട്ടുന്ന ചവറ് മുഴുവൻ ഇതിൽ കൊണ്ടുപോയിടുമ്പോൾ ഒരു ബാഗ് റെഡിയായി. അപ്പോൾ ഇതിൻ്റെ തൈ നമ്മൾ വേറെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചാക്കിലേക്ക് അത് വെച്ച് അതവിടെ മാറ്റി വെക്കുക. പിന്നെ വെജിറ്റബിൾ ഇതുപോലെ തന്നെ ബാക്ക് വരുന്ന ഡെയിലിയുള്ള വെജിറ്റബിളും ഫ്രൂട്ട്സിൻ്റെ ബാക്കി കഴിക്കുന്നതിൻ്റെ വീട്ടിൽ വരുന്ന വേസ്റ്റും ചാണാനും മണ്ണും കൂടി മിക്സ് ചെയ്താൽ ഇതുപോലെ ഓരോ ബാഗുമായി നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ഉണ്ടാവില്ല. പുറത്തുള്ളവർക്ക് ശല്യമില്ല, വീട്ടുകാർക്ക് ശല്യമില്ല. നമ്മൾ വേറൊരു കമ്പോസ്റ്റ് അന്വേഷിച്ച് നടക്കുകയും വേണ്ട. പച്ചക്കറി പോയിസൺ ഇല്ലാത്തത് കിട്ടുകയും ചെയ്യും. ഞാൻ എല്ലാ ബാഗും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കോളിഫ്ലവർ 1 രൂപയ്ക്ക് ഇതുപോലെ VFPCയിൽ നിന്ന് തൈ കൊണ്ടുവന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ നല്ലവണ്ണം ആർത്ത് വെളിച്ച് ശരിക്കും നല്ലൊരു ഭംഗി, ഒരു ചെടി പോലെ തന്നെ തോന്നി എനിക്ക്. അതുപോലെ താലോലിച്ച് കൊണ്ടുവന്നപ്പോൾ വിഷമില്ലാത്ത കോളിഫ്ലവർ ഒരു 5-6 ഉണ്ടായി. അങ്ങനെ അതിൻ്റെ വേരിൽ നിന്നും തന്നെ തൈ എടുത്തിട്ട് ഇപ്പോൾ തൈകൾ നട്ടുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കോളിഫ്ലവറും ക്യാബേജും 1 രൂപയ്ക്ക് കിട്ടിയ തൈയാണ്. ആ 1 രൂപ മാത്രമേ എനിക്ക് മുതൽ മുടക്കുള്ളൂ. വേറെ 10 പൈസ അതിന് വേണ്ടി ചെയ്തിട്ടില്ല. എൻ്റെ സമയമാണെങ്കിലും വെള്ളം ഒഴിക്കാമെന്നല്ലാണ്ട് ഈ പച്ചക്കറിയുടെ വേസ്റ്റ് ചാക്കിൽ കൊണ്ടുവന്ന് വയ്ക്കുക, അതിൽ വൈകുന്നേരം വന്ന് വെള്ളം ഒഴിക്കുക, അതിനെ നോക്കിക്കൊണ്ടിരിക്കുക. എപ്പോഴും കുട്ടികൾക്ക് നമ്മളൊന്ന് ചെല്ലണത് ഒരു സന്തോഷമാണ്, ഒരു കൊച്ചു കുട്ടിയുടെ പോലെ. എന്നും ഞാൻ പറയും നടുന്നവരോട് അതിൻ്റെ അടിയിലാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഇല മറിച്ച് വെറുതെ നോക്കിയാൽ പറ്റില്ല, നിങ്ങൾ ഇലയുടെ അടിയിൽ എന്നും നോക്കണം മഞ്ഞുണ്ടോയെന്ന്. ആദ്യം വരുമ്പോൾ തന്നെ നമ്മളതിനെ നോക്കിയില്ലെങ്കിൽ പിന്നെ ചെടി മുഴുവൻ നശിപ്പിച്ച് കളയും. തൊടി നിറയെ പച്ചക്കറികളും ഫലവൃക്ഷങ്ങളുമാണ്. എങ്ങും കൺകുളിർപ്പിക്കുന്ന പച്ചപ്പ്. പട്ടണ നടുവിലും പ്രകൃത്യാ ശീതീകരിക്കപ്പെട്ട ശുദ്ധവായു ധാരാളം ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. തെങ്ങ്, അടയ്ക്കാമരങ്ങൾ എന്നിവയാണ് തൊടിയിലെ മരക്കൂട്ടത്തിലെ പ്രധാനികൾ. ഗവളിത്തൈ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നിന്നൊരു തേങ്ങ കൊണ്ടുവന്ന് നട്ട് ഉണ്ടാക്കിയതാണ്. കറക്റ്റ് 3 വർഷം കഴിഞ്ഞപ്പോൾ അത് കായ്ച്ച് ഇപ്പോൾ നല്ല വിഭവം കിട്ടുന്നുണ്ട്. അതിന് കാര്യമായിട്ടൊന്നുമില്ല, വീട്ടിലുണ്ടാവണം. ഞാൻ വിറക് കത്തിക്കുന്ന ചാണാനും ചവറും
വീട്ടിലുണ്ടാവണം വേസ്റ്റും ഒക്കെ കൂടി കൊണ്ടുവന്നിടുള്ളൂ. പുറത്തുനിന്നൊന്നും ഇന്നേ വരെ ഒരു വളം വാങ്ങിച്ചിട്ടിട്ടില്ല. അതും സമൃദ്ധിയായിട്ടുണ്ടായിരിക്കുന്നു. പിന്നെ ലക്ഷദ്വീപ് തൈ, എൻ്റെ ചേച്ചി ലക്ഷദ്വീപിലുണ്ടായിരുന്നു. അവിടെ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന് നട്ട തൈകളാണ്. 3 ലക്ഷദ്വീപ് തൈകളുണ്ട്. പിന്നെ 6 നാടൻ തൈകളും ഉണ്ട്. അങ്ങനെ 11, ഈ 10 സെൻറ്റ് സ്ഥലത്ത് 11 നാളികേരത്തിൻ്റെ തന്നെ വൃക്ഷങ്ങളുണ്ട്. ഒരു 25ഓളം അടക്കാമരമുണ്ട്. ഈ അടക്കാമരത്തുമ്മേ നാളികേരത്തുമ്മേ എല്ലാം കുരുമുളക് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ കുരുമുളകിൽ നിന്നുള്ള ആദായമാവും. അതിൻ്റെ നന കിട്ടുമ്പോൾ കുരുമുളകും ഉണ്ടാവും, പാക്കും ഉണ്ടാവും, നാളികേരം ഉണ്ടാവും. കുറച്ച് സ്ഥലത്ത് ഇത്രയും കൂടുതൽ എൻ്റെ ആവശ്യം കഴിച്ചുള്ള നാളികേരം, ആ നാളികേരം ആട്ടി ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ട് ആ വെളിച്ചെണ്ണ എൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്കും കൂടി ഉണ്ടാവും. കുരുമുളകാണെങ്കിലും വരുന്നവർക്കും മറ്റുള്ളവർക്കൊക്കെ കൊടുത്താലും വിൽക്കാനും കിട്ടുന്നുണ്ട്. ഇതിനിടെ കൂൺ കൃഷിയും ചെയ്യുന്നുണ്ട് സിസിലി. കൂൺ ഉണ്ടാക്കാനുള്ള മാധ്യമമായ വൈക്കോലിൻ്റെ അപര്യാപ്തത പരിഹരിക്കാൻ പകരം വാഴപ്പോളയാണ് ഉപയോഗിക്കുന്നത്. കൂണിന് എനിക്കുള്ള ഏറ്റവും വലിയ ഉപദേശം എന്ന് വെച്ചാൽ, കൂൺ ഉണ്ടാക്കാൻ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ കൂണ് വാങ്ങിക്കണം. അതിന് മെറ്റീരിയൽ മാധ്യമം വേണം, എന്തെങ്കിലും അതിന് വൈക്കോല് വേണം, പിന്നെ കവറ് വേണം, ചരട് വേണം, അതിന് മറയിട്ട് കൊടുക്കാൻ അത് വേണം. അങ്ങനെ കുറേ സാധനം വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ ഇന്നേ വരെ നമ്മൾ എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും പ്ലാസ്റ്റിക് കവർ കിട്ടും. എന്ത് പില്ലോ വാങ്ങിക്കുമ്പോഴും എന്ത് സാധനം അതെല്ലാം സൂക്ഷിച്ച് വെച്ച് ഡെറ്റോളിട്ട് കഴുകി തുടച്ച് ഉണക്കി സൂക്ഷിച്ച് വെക്കും. അതുപോലെ ചരടാണെങ്കിൽ എന്ത് സാധനം കിട്ടുമ്പോഴും ചാക്കിയരുടെ എവിടെ നിന്ന് കിട്ടിയാലും. പിന്നെ വൈക്കോൽ, ഇന്ന് സിറ്റിയിൽ വൈക്കോൽ കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാലമാണ്. മെയിനായിട്ട് വൈക്കോലാണ് ഇതിൻ്റെ മാധ്യമം എന്ന് പറയും. പക്ഷേ ഞാൻ വൈക്കോലെന്ന് വെച്ചാൽ ഈ ഗ്ലാസ് ഹൗസിൽ ക്ലോസറ്റ് അങ്ങനെ പൊട്ടിപ്പോകുന്ന സാധനങ്ങൾ വരുന്ന കടകളിൽ ഒത്തിരി വൈക്കോൽ പാഴ്സലായിട്ട് വരും. അത് നോക്കിയിരുന്ന് അതിവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ച് ചാക്കിൽ സൂക്ഷിച്ച് വെച്ചിട്ട് അതിൻ്റെ അണുക്കളുള്ളതും മോശമായ ഭാഗങ്ങളൊക്കെ മാറ്റി നല്ല വൈക്കോലെടുത്ത് തിരോട പോലെ ഉണ്ടാക്കി സൂക്ഷിച്ച് ചാക്കിൽ കെട്ടിവെച്ചാൽ നമ്മുടെ സമയം സൗകര്യം അനുസരിച്ച് കൂണ് വിത്ത് VFPC എന്ന് വാങ്ങിക്കുമ്പോൾ അതുമായി. അപ്പോൾ അതിന് വേറെ ഒരു എക്സ്ട്രാ ചിലവ് വന്നില്ല. പിന്നെ വാഴ കൂമ്പിൽ നിന്നാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ കൂണുണ്ടാക്കുന്നത്. വാഴ വെട്ടിക്കഴിഞ്ഞാൽ വാഴയുടെ തണ്ട് എല്ലാവരും റോട്ടിലേക്കോ അല്ലെങ്കിൽ കാണയിലേക്കോ അടുത്ത പറമ്പിലേക്കോ വലിച്ചെറിയുകയാണ് പതിവ്. അപ്പോൾ വാഴ വെട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ വാഴയുടെ കൂമ്പും എടുത്തിട്ട് പിണ്ടി മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള വാഴപ്പോള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു 2 മിനിറ്റ് 2 ഇഞ്ച് നീളത്തിലിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുകളിലിട്ട് ഉണങ്ങിയാൽ ഒരു 3 ദിവസം കൊണ്ട് നല്ലോണം ഉണങ്ങും. നല്ലോണം ഉണങ്ങിക്കഴിഞ്ഞാൽ അതെടുത്ത് നമ്മൾ ശേഖരിച്ച് ഈ വൈക്കോല് വെക്കണ പോലെ വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് എപ്പോൾ കൂണുണ്ടാക്കാൻ കൂൺ വിത്ത് കിട്ടണം അപ്പോൾ എടുത്തിട്ട് വൈക്കോൽ ഉപയോഗിക്കുന്നത് പോലെ. അത് പ്രത്യേകിച്ച് വാഴയ്ക്ക് വൈക്കോലിനേക്കാളും കൂടുതൽ വിറ്റാമിനുള്ള കൂടായിരിക്കും കിട്ടണം. പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻറ്റിന് ഗവേഷണങ്ങൾ നടത്തി പറഞ്ഞത് ഈ വാഴയിൽ നിന്ന് എടുക്കുന്നതിന് കൂടുതൽ വിറ്റാമിൻ ഉണ്ടെന്നാണ്. കൂൺ വിളവെടുത്തു കഴിഞ്ഞ് മിച്ചം വരുന്ന അവശിഷ്ടങ്ങൾ പാഴാക്കിക്കളയാതെ വാഴയ്ക്കും തെങ്ങിനും കവുങ്ങിനും വളമായി ഉപയോഗിക്കുന്നു. ഏക്കർ കണക്കിന് സ്ഥലം കാട് പിടിപ്പിച്ചും തരിശാക്കിയും പാഴാക്കി കളയുന്നവർക്ക് സിസിലി തൻ്റെ കൊച്ചു കൃഷിയിടത്തിലൂടെ ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. പട്ടണത്തിലെ ഇത്തിരി വട്ടത്തിൽ പോലും ആരോഗ്യകരമായ ഒരു ജീവിതശൈലിക്ക് തുടക്കം കുറിക്കാൻ നമുക്ക് കഴിയും എന്ന് കാണിച്ചു തരികയാണ് ഇവർ.